ഹായ് എൻ്റെ പേര് സോന. ഞാനൊരു ന്യൂ മോമാണ്. ലൈക്ക് എൻ്റെ ബേബി ഇപ്പോൾ ഓൾമോസ്റ്റ് 3 months ആയി. സോ ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു 0 to 3 month ബേബീസിൻ്റെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ന്യൂ മോമായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ബേബീനെ ആക്റ്റീവായിട്ട് വെക്കാം എന്നൊക്കെ സെർച്ച് ചെയ്തതെന്ന് എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ എന്താ പറയുക അമ്മമാർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് ടു യുവർ ബേബി. സോ നമ്മൾ നമ്മുടെ ബേബീസിനോട് അവരോട് കുറേ സംസാരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാരൻസിൻ്റെ വോയിസ് നമ്മുടെ ബേബീസ് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റൂമിലോട്ട് കുറേ സ്ട്രേഞ്ചേഴ്സ് കയറി വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ബേബീസ് നമ്മുടെ വോയിസ് സെർച്ച് ചെയ്യും. അതുപോലെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി നമ്മളെ സെർച്ച് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യ സ്റ്റേജ് മുതൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അങ്ങനെയുള്ള ബേബീസ് പെട്ടെന്ന് തന്നെ ലൈക്ക് ഒരു 6 weeks ഒക്കെ ആകുമ്പോഴത്തേനും സ്മൈൽ ചെയ്ത് തുടങ്ങും. അവർ നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് തുടങ്ങും. സോ അത് നമ്മുടെ ബേബീസിൻ്റെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് ടു യുവർ ബേബി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റീഡ് എ ബുക്കാണ്. സോ നമുക്കറിയാം ഇപ്പോൾ കുറേ ബുക്സ് ഒക്കെ ബേബീസിന് അവൈലബിൾ ആണ്. സോ ഞാൻ ഇവിടെ എൻ്റെ ബേബിക്ക് മേടിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ പേജസ് ഒക്കെ ഭയങ്കര ഹാർഡാണ്. ആൻഡ് ലൈക്ക് നമ്മുടെ യൂഷ്വൽ ബുക്സിൻ്റെ പേജസ് ഒക്കെ ഭയങ്കര തിന്നാണ്. സോ അത് അവരുടെ കൈ തട്ടി കീറാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ പക്ഷേ ഇങ്ങനത്തെ ബുക്സ് ആകുമ്പോഴത്തേനും പേജസ് ഹാർഡാണ്. അതുപോലെ തന്നെ ഈ ഓരോ പിക്ചേഴ്സും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവർക്ക് അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ നോക്കിയിരിക്കും അതിൽ. സോ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മൾ അവർക്ക് ബുക്ക് വായിച്ചു കൊടുക്കുന്നത്. സോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂ ബോൺസ് ഉള്ള സമയത്തൊക്കെ നമ്മൾ ബേബീസ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതിൽ ഒരു ഫീൽ ലൈക്ക് ഒരു ഇതുണ്ട് ഇതിൽ. അതായത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ പേജസിലും ഓരോ പിക്ചേഴ്സിലും നമുക്ക് ഇങ്ങനെ അവരുടെ കൈ തൊട്ടിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവരുടെ ഹാൻഡ് ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അവരുടെ മോട്ടോ സ്കിൽസിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം ടാക്ടൈൽ സെൻസേഷൻ, അവർക്കത് ടച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ടാക്ടൈൽ സെൻസേഷനും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ സെക്കൻഡ് പോയിന്റ് ഇസ് റീഡ് എ ബുക്ക് ഫോർ യുവർ ബേബി. തേർഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ കേട്ട് പരിചയമായിട്ടുള്ള ഒരു വാക്കാണ് ടമ്മി ടൈം. യെസ്, അപ്പോൾ ടമ്മി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂഷ്വലി പല മെത്തേഡ്സിൽ പലരും ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ബേബീസിനെ അവരുടെ ടമ്മിയിൽ ആ ഒരു പൊസിഷനായിട്ട് കെടുത്തുക. അപ്പോൾ അവർക്ക് ആ ഒരു ടമ്മി ടൈം കുറച്ചും കൂടെ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതിൽ 2-3 മെത്തേഡ്സ് ഉണ്ട്. ഞാൻ അതിൽ 1-2 ഇവിടെ പറയാം. ലൈക്ക് ഫസ്റ്റ് വൺ ട്രഡീഷണൽ ടമ്മി ടൈം ആണ്. ട്രഡീഷണൽ ടമ്മി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ടവലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കുഷ്യൻ പോലെയുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ബേബീസിനെ നമ്മൾ കമത്തിക്കെടുത്തും. അപ്പോൾ അവർക്ക് അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കിട്ടും. ന്യൂ ബോൺസിനും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ടമ്മി ടൈം ഭയങ്കര ഡ്യൂറേഷൻ കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ആവും. ബിക്കോസ് അവർക്ക് ആ ഒരു കുറച്ച് ലോങ് ഡ്യൂറേഷനൊക്കെ എടുക്കാൻ അവർ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ ട്രഡീഷണൽ ടമ്മി ടൈം നമ്മൾ അവരെ ആ ഒരു ടവലോ എന്തെങ്കിലും റോളപ്പ് ചെയ്തിട്ട് അവരൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെസ്റ്റിൽ അവരെ കെടുത്തുന്നതാണ്. സോ നമ്മൾ യൂഷ്വലി മോംസിൻ്റെ ചെസ്റ്റിൽ അവരെ കെടുത്തിയിട്ട് അവരുടെ ബോട്ടം സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് ആ ഒരു ടമ്മി ടൈം കിട്ടും. അതുപോലെ തന്നെയുള്ളതാണ് ലൈക്ക് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയും നമ്മൾ. അതായത് അവരെ നമ്മൾ കയ്യിലെടുത്തിട്ട് അവരെ കമത്തിക്കെടുത്തുക. എന്നിട്ട് നമ്മൾ അവർ ആ ഒരു ഹൈറ്റിൽ പിടിക്കുന്ന സമയത്ത് ലൈക്ക് അവർക്ക് അത് കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതാണ് ടമ്മി ടൈമിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പൊസിഷൻസ് നമ്മൾ പറയുന്നത്. ഈ ടമ്മി ടൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ അവരെ കമത്തിക്കെടുത്തുമ്പോൾ അവരുടെ നെക്ക് ഷോൾഡേഴ്സ് ഒക്കെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആവും. ലൈക്ക് അവർ ഇങ്ങനെ നെക്കൊക്കെ പൊക്കി കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആവാൻ സഹായിക്കും. സോ അവർ നടന്ന് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർ റോളപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒക്കെ അവർക്കത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും ഈ ടമ്മി ടൈമിൽ. ഇനി ഈ ബേബീസിന് നമ്മൾ ടമ്മി ടൈമിൽ കെടുത്തുമ്പോൾ അവർക്കത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇപ്പോൾ ഫീഡിങ് പില്ലോസ്
പില്ലോസ് ഒക്കെ ഭയങ്കര ഇതായിട്ട് അവൈലബിൾ ആണ്. നമ്മൾ അവരെ ഫീഡിങ് പില്ലോയിൽ കെടുത്തിയിട്ട് അവരിങ്ങനെ കെടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അവരുടെ ഓപ്പോസിറ്റ് അതേ ലെവലിൽ നമ്മൾ കെടുക്കണം. അപ്പോൾ അവർക്ക് നമ്മളെ കാണാൻ പറ്റും, ഐ ടു ഐ കോണ്ടാക്ട് വരും. സോ അവർ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് അവരുടെ കണ്ണിലോട്ട് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുക, പാട്ട് പാടുക. അപ്പോൾ അവർക്ക് ആ ടമ്മി ടൈം കുറച്ചും കൂടെ എൻജോയബിൾ ആയിട്ട് മാറും. പിന്നെ ഇപ്പോൾ കുറേയും കൂടെ ഐറ്റംസ് അവൈലബിൾ ആണ്. ലൈക്ക് നമുക്കറിയാം മിറേഴ്സിൽ നോക്കുന്നത് ബേബീസിന് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവരുടെ ടമ്മി ടൈമിൽ ഇവർ ഈ ഫീഡിങ് പില്ലോയിൽ കെടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ഓപ്പോസിറ്റ് മിറർ ഒക്കെ വെക്കുകയാണെങ്കിൽ ലൈക്ക് അവർക്ക് ആ ഒരു അവരുടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ടമ്മി ടൈം ഡ്യൂറേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫോർത്ത് ആക്ടിവിറ്റി വന്നിട്ട് യൂസ് ഓഫ് ബേബി ജിം ആണ്. സോ നമുക്കറിയാം ഇപ്പോൾ കുറേ ടോയ്സ് അവൈലബിൾ ആണ് നമ്മുടെ ബേബീസിന് വേണ്ടിയിട്ട്. സോ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടോയ് ആണ് ഞാൻ പറയുന്നത്, ഇറ്റ്സ് ബേബി ജിം. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫ്ലാറ്റ് ആയിട്ട് കെടുത്തിയിട്ട് അതിൽ കുറേ ഇങ്ങനെ ഒരു റൗണ്ടിൽ കുറേ ഹാങ്ങിങ്സും മിറേഴ്സ് ഒക്കെ ഉണ്ട്. സോ യൂഷ്വലി ഇവരിങ്ങനെ കെടുക്കുമ്പോൾ അവരുടെ വിഷൻ വന്നിട്ട് ആ മിററിലോട്ടാണ് വരിക. സോ അവർക്ക് അവരുടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അവർ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും, കുറച്ചും കൂടെ ജോയ്ഫുൾ ആയിട്ട് അവർ അതിൽ നോക്കിയിട്ട് കുറേ ഇങ്ങനെ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ പിന്നെ കുറേ ഹാങ്ങിങ്സ് ഉണ്ട്. സോ അവർ പിന്നെ അതിൽ ഇങ്ങനെ പിയാനോ കീസ് ഉണ്ട് കിക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. സോ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് അതിൽ കിക്ക് ചെയ്ത് തുടങ്ങും, ഈ ഹാങ്ങിങ് ടോയ്സുമ്മ പിടിച്ച് തുടങ്ങും. പിന്നെ കുറേ നേരം അവർ തന്നെ മിററിൽ നോക്കി ചിരിക്കുന്നതൊക്കെ കാണാം. സോ ലൈക്ക് അത് വൺ ഓഫ് ഒരു യൂസ്ഫുൾ ടോയ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. സോ അത് അവരുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഉള്ള ഒരു ഫിഫ്ത്ത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ് ടു യുവർ ബേബി, അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുക. സോ സിംഗിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു ലൈക്ക് ടോക്ക് ടു യുവർ ബേബി, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പാട്ടുകൾ റൈംസ് ഒക്കെ നമ്മൾ അവർക്ക് പാടിക്കൊടുക്കുക. സോ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് അവരിത് കേട്ട് കേട്ട് കുറച്ചും കൂടെ വേർഡ്സ് ആയിട്ട് അവർ ഫെമിലിയർ ആവും. ഇപ്പം നമുക്കറിയാം യൂഷ്വലി ഈ കുഞ്ഞു കുഞ്ഞു റൈംസ് ഒക്കെ, ഇപ്പം ട്വിങ്കിൾ ട്വിങ്കിൾ പോലത്തെ റൈംസ് ഒക്കെ നമ്മൾ അവർക്ക് പാടിക്കൊടുക്കുക. സോ ഡെയിലി നമ്മൾ അതൊരു കുറച്ചിങ്ങനെ ടൈംസ് അവർക്ക് പാടിക്കൊടുക്കുമ്പോൾ അവർ ആ വേർഡ്സിനോട് കുറച്ചും കൂടെ യൂസ്ഡ് ആവും. അതുപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന 5 ആക്ടിവിറ്റീസ് നിങ്ങളുടെ ബേബീസിൻ്റെ ഫൗണ്ടേഷണൽ സ്കിൽസും മോട്ടോർ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ വെറും 5 ആക്ടിവിറ്റീസേ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. സോ ലൈക്ക് ഇതിനൊരു പാർട്ട് 2 വേണം. കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ബേബീസിനെ ഈസിലി ആയിട്ട് എൻഗേജ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. സോ ഞാനത് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അത് കുറച്ചും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എന്നെ ത്രൂ ഔട്ട് ലൈക്ക് ഈ ഒരു 3 months ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ന്യൂ മോംസിന് ഈ ടിപ്സ് ഒക്കെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ബേബീസൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.